നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൊസാംബിക് ബോട്ട് അപകടം. പിറവം വെളിനാട് സ്വദേശി ഇന്ദ്രജിത്തിന്റെ സംസ്കാരം നടത്തി. മൊസാംബിക്കിൽ നിന്നും വിമാനത്തിലെത്തിച്ച മൃതദേഹം ഉച്ചയ്ക്ക് 11:30 വീട്ടിൽ കൊണ്ടുവന്നു. അനൂപ് ജേക്കബ് MLA ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. കോട്ടയത്ത് MC റോഡിൽ കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. എറണാകുളം സ്വദേശികളായ വിനയ, സജി എന്നിവർക്കാണ് പരിക്കേറ്റത്. എറണാകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ എതിരെ വന്ന സൂപ്പർ ഫാസ്റ്റ് ബസിന്റെ മുൻഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വീട്ടിൽ വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന 200 കുപ്പി വിദേശ മദ്യം റാന്നി എക്സൈസ് സർക്കിൾ ഓഫീസ് സംഘം പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 സ്ത്രീകളടക്കം 3 പേർക്കെതിരെ കേസ്. കൊല്ലമുള ലിറ്റിൽ ഫ്ലവർ സ്കൂളിന് മുന്നിൽ വെൺപാലയിൽ എലിസബത്ത് മാത്യുവിന്റെ വീട്ടിൽ നിന്നാണ് മദ്യം പിടിച്ചെടുത്തത്. ആഫ്രിക്കയിലെ മൊസാംബിക്കിൽ ബോട്ട് അപകടത്തിൽ മരിച്ച പിറവം വെളിനാട് സ്വദേശി പോത്തൻകുടിലിൽ ഇന്ദ്രജിത്ത് സന്തോഷിന്റെ സംസ്കാരം നടത്തി. മൊസാംബിക്കിൽ നിന്നും വിമാനത്തിൽ മുംബൈയിലെത്തിച്ച മൃതദേഹം ഞായറാഴ്ച രാവിലെ 7 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചിരുന്നു. ഉച്ചയ്ക്ക് 11:30 വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് ശേഷമായിരുന്നു സംസ്കാരം. മൃതദേഹം എത്തിയപ്പോൾ വൻ ജനാവലി എത്തിയിരുന്നു. അനൂപ് ജേക്കബ് MLA ഉൾപ്പെടെ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മെക്കാനിക്കൽ ഡിപ്ലോമക്കാരനായ ഇന്ദ്രജിത്ത് കപ്പൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന കമ്പനിയിലെ ജീവനക്കാരനാണ്. കഴിഞ്ഞ 14-നാണ് പിതാവ് സന്തോഷിനൊപ്പം ആഫ്രിക്കയിലേക്ക് പോയത്. 16-ന് സ്കോർപിയോ മറൈൻ മാരിടൈം മാനേജ്മെൻറ്റ് എൻ്റർപ്രൈസസ് ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലിൽ അറ്റകുറ്റപ്പണികൾക്കായി ബോട്ടിൽ പോകുമ്പോഴാണ് അപകടമുണ്ടായത്. ഇതേ അപകടത്തിൽപ്പെട്ട കൊല്ലം സ്വദേശി ശ്രീരാഗ് രാധാകൃഷ്ണൻ്റെ മൃതദേഹം കഴിഞ്ഞയാഴ്ച കണ്ടെത്തിയിരുന്നു. 12 ദിവസത്തെ തെരച്ചിലിനൊടുവിൽ കടലിൻ്റെ അടിത്തട്ടിൽ ചെളിയിൽ പൊതിഞ്ഞ് ബോട്ടിനുള്ളിൽ നിന്നാണ് ഇന്ദ്രജിത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. കയ്യിലെ ടാറ്റുവും വസ്ത്രങ്ങളും മൃതദേഹം തിരിച്ചറിയാൻ സഹായകരമായി. മൊബൈൽ ഫോണും ലഭിച്ചു. മകനെ കാണാതായതോടെ സന്തോഷ് കഴിഞ്ഞയാഴ്ച നാട്ടിലെത്തിയിരുന്നു. ഇന്ദ്രജിത്തിൻ്റെ സഹോദരൻ അഭിജിത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പൂർത്തീകരിച്ച് കപ്പൽ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മറ്റൊരു സഹോദരൻ ശ്രീജിത്ത് വിദ്യാർത്ഥിയാണ്. കോട്ടയം MC റോഡിൽ കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. എറണാകുളം സ്വദേശികളായ വിനയ, സജി എന്നിവർക്കാണ് പരിക്കേറ്റത്. മണിപ്പുഴ ജംഗ്ഷന് സമീപം ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയായിരുന്നു അപകടം. എറണാകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാർ എതിരെ വന്ന കോട്ടയം അടൂർ സൂപ്പർ ഫാസ്റ്റ് ബസിന്റെ പിൻഭാഗത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് ചിങ്ങവനം പോലീസ് പറഞ്ഞു. സ്ഥലത്ത് ഗതാഗതം അരമണിക്കൂറോളം തടസ്സപ്പെട്ടു. പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊല്ലമുള കവലയിലെ വീട്ടിൽ വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന 200 കുപ്പി വിദേശ മദ്യം റാന്നി എക്സൈസ് സർക്കിൾ ഓഫീസ് സംഘം പിടിച്ചെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 സ്ത്രീകളടക്കം 3 പേർക്കെതിരെ കേസെടുത്തു. കൊല്ലമുള ലിറ്റിൽ ഫ്ലവർ സ്കൂളിന് മുന്നിൽ വെൺപാലയിൽ എലിസബത്ത് മാത്യുവിൻ്റെ വീട്ടിൽ നിന്നാണ് മദ്യം പിടിച്ചെടുത്തത്. എലിസബത്ത് വിദേശത്താണ്. ഇവരുടെ സഹോദരൻ റോയിയും മാതാവ് അന്നമ്മയും ചേർന്നാണ് മദ്യം വിറ്റിരുന്നതെന്ന് എക്സൈസ് അറിയിച്ചു. റോയ്, അന്നമ്മ, എലിസബത്ത് എന്ന മഞ്ജു എന്നിവരാണ് യഥാക്രമം 1ഉം 2ഉം 3ഉം പ്രതികൾ. എക്സൈസ് എത്തുമ്പോൾ റോയ് വീട്ടിലുണ്ടായിരുന്നു. അവരെ കണ്ട് വീടിന് പിന്നിലൂടെ ഓടി രക്ഷപ്പെട്ടു. ഇവർക്ക് പേരിനൊരു പെട്ടിക്കടയുണ്ട്. ഇവിടെ ഓരോന്ന് വീതം എത്തിച്ചാണ് വിൽപ്പന നടത്തിയിരുന്നത്. വ്യാജമദ്യമാണെന്നാണ് ആദ്യം പ്രചരിച്ചിരുന്നത്. എന്നാൽ ഹോളോഗ്രാം മുദ്രകൾ മദ്യക്കുപ്പികളിൽ പതിക്കുന്നത് തന്നെയാണെന്ന് പരിശോധനയിൽ ഉറപ്പിച്ചാണ് വിദേശ മദ്യം തന്നെയെന്ന് സ്ഥിരീകരിച്ചത്. ബെബ്കോയുടെ എരുമേലി, മുണ്ടക്കയം എന്നീ വിൽപ്പനശാലകളിൽ നിന്ന് പല തവണയായി വാങ്ങി സൂക്ഷിച്ചതാണെന്നാണ് എക്സൈസിൻ്റെ നിഗമനം. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബിജു ഫിലിപ്പ്, പ്രിവൻറ്റീവ് ഓഫീസർ ജഗൻകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അഫ്സൽ നാസർ, എബിൻ സുരേഷ് എന്നിവരാണ് റെയ്ഡിൽ പങ്കെടുത്തത്. എരുമേലി, റാന്നി ബെവറേജസ് ഷോറൂമുകളിൽ നിന്നും വ്യാപകമായി വിദേശമദ്യം വാങ്ങി വീടുകളിലും വാഹനങ്ങളിലും വിൽപ്പന നടത്തുന്നത് സജീവമാണെന്നും പരാതിയുണ്ട്.
ഇന്നലെ എക്സൈസിന്റെ മഫ്തി ഷാഡോ വിഭാഗം ഇന്നലെ സന്ധ്യയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഈ കഥ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ വരുമ്പോൾ പിൻഭാഗത്തെ കഥ തുറന്നു കിടക്കും. അതുവഴിയാണ് സാക്ഷിൽ സഹിതം നമ്മൾ കയറിയത്. 220 കുപ്പികൾ മതി, 220 കുപ്പി മതി. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ അതിന്റെ 30 പാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. എരുമേലി റാന്നി റോഡിൽ കരിങ്കല്ലുമൂഴി വളവിലെ അപകടക്കുഴി ടാർ ചെയ്ത് മൂടി. ഒപ്പം മുക്കട എരുമേലി റോഡിലെ കുഴികളും അടച്ചു. എന്നാൽ ടാറിംഗ് സമയത്ത് പോലും അമിത ലോഡുമായി ടോറസ് ലോറികൾ പോകുന്നത് മൂലം കുഴി അടച്ചാലും അധികനാൾ നിലനിൽക്കില്ലെന്ന് നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. ഒട്ടേറെ പേർ അപകടത്തിൽപ്പെട്ട ഈ കുഴി 3 മാസത്തിനുള്ളിൽ ഇത് 7ാം തവണയാണ് പൊതുമരാമത്ത് വകുപ്പ് അടയ്ക്കുന്നത്. ഇതിൽ തന്നെ 2 തവണ മക്ക് ഇറക്കുകയും 2 തവണ കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തു. 3 തവണ ടാർ ചെയ്യുകയും ചെയ്തു. എന്നിട്ടും പാറലോഡുമായി ടോറസ് ലോറികൾ ഈ റോഡിലൂടെ നിരന്തരം ഓടുന്നത് മൂലം വീണ്ടും കുഴി രൂപപ്പെടുകയാണ്. പാറമക്ക് ഇട്ടതോടെ പരിസര പ്രദേശത്താകെ പൊടിശല്യവും രൂക്ഷമായിരുന്നു. ശബരിമല റോഡിൽ നിന്ന് എരുമേലിയിലെ പാറമടകളിൽ നിന്നുള്ള അമിത ലോഡുമായി ടോറസ് ലോറികൾ ഇറക്കത്തിലൂടെ എത്തി റാന്നി റോഡിലേക്ക് വളവ് തിരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ ഈ ഭാഗത്തെ ടാറിംഗ് ഇളകി കുഴി രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. മഴക്കാലമായതോടെ ഈ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുകയും കുഴിയുണ്ടെന്ന് അറിയാതെ എത്തുന്ന വാഹനങ്ങൾ ഇതിൽ ചാടി നിയന്ത്രണം വിടുകയുമാണ് പതിവ്. കുഴിയിൽ ചാടി നിയന്ത്രണം വിട്ട് ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞും ഓട്ടോറിക്ഷകളിൽ നിന്ന് തെറിച്ചു വീണും ഒട്ടേറെ പേർക്കാണ് പരിക്കേറ്റത്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA സ്ഥലത്തെത്തി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ഉടനടി കുഴി അടയ്ക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുഴി അടച്ചത്. ടോറസ് ലോറികൾ ഈ റോഡിലൂടെ വീണ്ടും വിടുന്നത് മൂലം കുഴി രൂപപ്പെടുന്നത് ഒഴിവാക്കി വഴിമാറ്റി വിടുന്നത് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായും പോലീസുമായും ചർച്ച നടത്തുമെന്നാണ് MLA അറിയിച്ചിരിക്കുന്നത്. അമിത ലോഡുമായി പാറമടകളിൽ നിന്ന് പോകുന്ന ലോറികൾ ഈ റോഡിലൂടെ വിടുന്നത് തടഞ്ഞാൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ടോറസ് ലോറികളിൽ പരമാവധി കയറ്റാൻ കഴിയുന്നതിൻ്റെ 5 ഇരട്ടി ലോഡ് വരെയാണ് കൊണ്ടുപോകുന്നതെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. കരിങ്കല്ലുമൂഴി റോഡിൽ പലതവണ കുഴിയടച്ചതും നിരവധി അപകടങ്ങൾ ഉണ്ടായതും ദൃശ്യവാർത്തകൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ദൃശ്യ ന്യൂസ്, എരുമേലി. കേരളപ്പിറവി ദിനാഘോഷം വർണ്ണാഭമാക്കി നെടുങ്കുന്നം സെൻറ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് CBSE സ്കൂൾ. വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ട് ആഘോഷം സമ്പന്നമായി. സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് നെടുങ്കുന്നം സെൻറ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് CBSE സ്കൂളിൽ കേരളപ്പിറവി ദിനാഘോഷം ആരംഭിച്ചത്. വർണ്ണാഭമായ ഘോഷയാത്രയിൽ പരശുരാമൻ, തിരുവാതിര, മാർഗംകളി, കോൽക്കളി വേഷങ്ങളിൽ കുട്ടികൾ അണിനിരുന്നപ്പോൾ തെയ്യം, പടയണി ഫ്ലൂട്ടുകളും ദൃശ്യചാരുതയായി. തുടർന്ന് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ വിനീഷ് കൊമ്പിക്കുന്നത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ടിൻഡു മാത്യു, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജെനി ഇരുപതിൽ, ഫാദർ ജോസി പൂവത്തിൽ, അലൻ കുരുവിള എന്നിവർ പ്രസംഗിച്ചു. കേരള ശ്രീമാൻ, മലയാളി മംഗ മത്സരവും നാടൻ പാട്ടും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സിന്ധു മാത്യു, ബീന പീറ്റർ, അനീഷ് CJ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ,
ചങ്ങനാശ്ശേരി. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ വികസന സഭയിലെ പ്രഖ്യാപനങ്ങൾ പാഴ്വാക്കുകളാണെന്ന് UDF മെമ്പർമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപന നടപടികൾ പാലിക്കാതെയാണ് നടത്തിയത്. അതിദാരിദ്ര്യർക്കാവശ്യമായ മരുന്നോ ആഹാരമോ നൽകാൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും UDF മെമ്പർമാർ ആരോപിച്ചു. വീടുകളിൽ നിന്നും 50 രൂപ വീതം യൂസർ ഫീ വാങ്ങി സംഭരിക്കുന്ന മാലിന്യം പൊതുസ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. ചെറുതോണി ടൗണിൽ ഒരു പൊതു ശൗചാലയം നിർമ്മിക്കാൻ നടപടിയെടുത്തിട്ടില്ല. ഭവന നിർമ്മാണ പദ്ധതി പൂർണ്ണമായും പരാജയപ്പെട്ടു. അർഹതപ്പെട്ടവരെ കൊണ്ട് എഗ്രിമെൻ്റ് വെച്ച ശേഷം വീട് പൊളിച്ച് നിർമ്മാണം ആരംഭിച്ചവർക്ക് 1ാം ഘട്ട ഗഡു പോലും നൽകിയിട്ടില്ല. പ്രളയം മൂലവും കാലപ്പഴക്കം മൂലവും ഉപയോഗയോഗ്യമല്ലാത്ത റോഡുകളും കലുങ്കുകളും നിർമ്മിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അനുവദിച്ച ഫണ്ട് ചെലവഴിക്കുവാൻ പോലും കഴിയാതെ 2 കോടി ലാപ്സായതായും മെമ്പർമാർ പറഞ്ഞു. അവിടെ അത്ര എളുപ്പം മണ്ണെടുത്ത് മാറ്റുക എന്ന് പറയുന്നത് അസാധ്യമാണ്. പിന്നെ അതോടൊപ്പം തന്നെ അതിനകത്ത് ആ രീതിയിൽ പോയി അത് അത്രയും വലിയ തുക കൊടുത്ത് അത് വാങ്ങിയത് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അഴിമതികൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഞങ്ങൾ കാണുന്നുണ്ട്. അതോടൊപ്പം തടിയമ്പാട് ഇതിനു മുൻപിരുന്ന ഭരണസമിതിയുടെ കാലത്ത് മാർക്കറ്റിന് വേണ്ടിയിട്ട് അവർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം 1 രൂപ പോലും അവിടെ വകയിരുത്തിയിട്ടില്ല. അപ്പോൾ അവിടെ ആ ഒരു മാർക്കറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മെച്ചം തടിയമ്പാട് ടൗണിന് ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പഞ്ചായത്ത് ഭരണസമിതി തികഞ്ഞ അലംഭാവമാണ് കാണിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയിൽ കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ വർഷവും 2 വർഷവും തുടർച്ചയായിട്ട് ഈ മണിയാർക്കുടിയിൽ ഒരു കാർഷിക നഴ്സറി ഉണ്ട്, സ്വയം സഹായ സംഘങ്ങളുടെ നേതൃത്വത്തിൽ. ആ സ്വയം സഹായ സംഘത്തിൻ്റെ കാർഷിക നഴ്സറിക്ക് 2 ലക്ഷം രൂപ വീതം അവിടെ പഞ്ചായത്തിൽ നിന്നും വകയിരുത്തി. അപ്പോൾ ഞങ്ങൾ അതിന് വിയോജനപ്പെടുത്തി അങ്ങനെയുള്ള കാർഷിക നഴ്സറിക്ക് ഈ ഫണ്ട് കൊടുക്കാൻ പറ്റത്തില്ല, അത് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചില്ല. അവർ 2 വർഷവും തുടർച്ചയായിട്ട് 2 ലക്ഷം രൂപ വീതം 4 ലക്ഷം രൂപ ഈ പറയപ്പെട്ട ആ കാർഷിക നഴ്സറിക്ക് വകയിരുത്തിയതാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു തൈകൾ പോലും ഇല്ല, ഒരു മരത്തൈ പോലും അവിടെ ഇല്ല. ഈ വെറുതെ കാട് പിടിച്ച് അവിടെ കിടക്കുകയാണ്. ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയവർക്ക് ഭക്ഷണ കിറ്റുകളും മരുന്നുകളും നൽകുന്നില്ലെന്നും തടിയമ്പാട് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം 18 ലക്ഷം രൂപ നൽകി വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്നും നിർമ്മാണോദ്ഘാടനത്തിന് 18,400 രൂപ ചിലവഴിച്ചതിലും അഴിമതിയുണ്ടെന്നും മെമ്പർമാർ ആരോപിച്ചു. നമ്മുടെ വാഴത്തോപ്പ് പഞ്ചായത്തിൽ തടിയമ്പാട് ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് 2 വർഷം മുൻപ് പദ്ധതിയിൽപ്പെടുത്തി പൈസ അനുവദിച്ചു. അപ്പോൾ അത് തടിയമ്പാട് ടൗണിൻ്റെ അങ്ങേയറ്റത്താണ് നമ്മൾ ഈ ബസ് സ്റ്റാൻഡിനായിട്ട് അന്ന് സ്ഥലം എടുത്തത്. അപ്പോൾ ആ ബസ് സ്റ്റാൻഡ് സ്ഥലം എടുത്തു കഴിഞ്ഞപ്പോൾ അതിന് വേണ്ടത്ര കൂടിയാലോചനകളോ പഠനമോ നടത്താതെയാണ് ബസ് സ്റ്റാൻഡിന് നമ്മൾ സ്ഥലം എടുത്തത്. 18 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 18 ലക്ഷം രൂപയാണ് പഞ്ചായത്തിൽ നിന്ന് ഓൺ ഫണ്ടായിട്ട് അതിന് വിനിയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിലവിൽ അത് ഹൈക്കോടതി സ്റ്റേയിൽ കിടക്കുകയാണ്. കാരണം 40 ഡിഗ്രി ചെരിവിൽ കൂടുതലുള്ള സ്ഥലത്ത് മണ്ണെടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഹൈക്കോടതിക്കുണ്ട്. ഈ കാലവർഷമൊക്കെ വന്നു കഴിയുമ്പോൾ ഹൈക്കോടതി സ്വമേധ അങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ മണ്ണെടുത്ത് മാറ്റാൻ പറ്റാത്തൊരവസ്ഥ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള താൽക്കാലിക നിയമനത്തിൽ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും മണിയാറൻകുടിയിൽ സ്ഥാപിച്ചിട്ടുള്ള അനധികൃത നഴ്സറിക്ക് പണം നൽകിയതിലും അഴിമതിയുണ്ടെന്ന് പഞ്ചായത്തിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറ പദ്ധതിയിലും വൻ അഴിമതിയുണ്ടെന്നും നിലവിൽ ഇത് പ്രവർത്തിക്കുന്നില്ലെന്നും ഓഡിറ്റ് റിപ്പോർട്ട് സമയബന്ധിതമായി ചർച്ചയ്ക്കെടുക്കുകയോ സർക്കാരിന് റിപ്പോർട്ട് നൽകുകയോ ചെയ്യാത്തതിൽ വൻ വീഴ്ചയുണ്ടെന്നും മെമ്പർമാരായ വിൻസെന്റ് മാണി, ടിൻഡു സുഭാഷ്, PV അജേഷ് കുമാർ, ഏലിയാമ്മ ജോയ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദൃശ്യ ന്യൂസ്, ഇടുക്കി. ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർക്ക് പൗരാണിക മാതൃകയിൽ വിശ്രമകേന്ദ്രമൊരുക്കി ജില്ലാ പഞ്ചായത്ത്. ഭക്തർക്കും ജീവനക്കാർക്കും ഉൾപ്പെടെ താമസ സൗകര്യം ഉൾപ്പെടെ ഒരുക്കി 2 നിലകളിലായി പാഥേയം എന്ന പേരിലാണ് വിശ്രമകേന്ദ്രം നിർമ്മിച്ചത്. മന്ത്രി VN വാസവൻ വിശ്രമകേന്ദ്രം നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് തൃക്കൊടിത്താനം ഡിവിഷൻ മെമ്പർ മഞ്ജു സുജിത്തിന്റെ വിവിധ വർഷങ്ങളിലെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 82,47,868 രൂപ ചെലവഴിച്ചാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടി പാഥേയം വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. പഞ്ചപാണ്ഡവ മഹാക്ഷേത്രങ്ങളിൽ ഒന്നായ തൃക്കൊടിത്താനം മഹാക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിനോ വിശ്രമിക്കുന്നതിനോ കാലങ്ങളായി സൗകര്യങ്ങൾ ലഭിച്ചിരുന്നില്ല. തൃക്കൊടിത്താനം പഞ്ചായത്ത് വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിച്ചെങ്കിലും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കേണ്ടി വന്നതോടെയാണ് പാഥേയം നിർമ്മിച്ചത്. ഭക്തർക്കും ജീവനക്കാർക്കും ഉൾപ്പെടെ താമസ സൗകര്യം കൂടി ഒരുക്കിയാണ് 2 നിലകളിലായി 4000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള വിശ്രമ കേന്ദ്രം നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്.
വിശ്രമ കേന്ദ്രം മന്ത്രി VN വാസവൻ നാടിന് സമർപ്പിച്ചു. ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം ഇവിടെ സൂചിപ്പിച്ചു. ഇവിടെ ഒരു ഭാഗത്ത് മഹാവിഷ്ണുവും മറ്റൊരു ഭാഗത്ത് നരസിംഹവും, മത്സ്യകൂർമ്മ വരാഹ നരസിംഹ മൂർത്തിയിലാണ് ഇവിടെ എത്തി നിൽക്കുന്നത് ഒരു പ്രതിഷ്ഠ. അപ്പോൾ മനോഹരമായ ഈ ക്ഷേത്രത്തിൽ പരിശുദ്ധമായ ദേവാലയത്തിൽ ദർശനത്തിനെത്തുന്ന വിശ്വാസി സമൂഹത്തിന് എല്ലാ പശ്ചാത്തല സൗകര്യം ഒരുക്കിയെടുക്കുന്ന സൗകര്യങ്ങൾ കൂടിയായി ടേക്ക് എ ബ്രേക്ക് എന്ന വിശ്രമ കേന്ദ്രം മാറുകയാണ്. ആ തരത്തിലൊരു ഭാവനയോടുകൂടി ധാരണയോടുകൂടി ഇതിൻ്റെ മുമ്പിൽ ഇറങ്ങിത്തിരിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശസ്തി, അതുപോലെ പ്രസക്തിയും. അപ്പോൾ അത് ചെയ്തു തീർത്തപ്പോൾ അത് കയറി ചെല്ലുമ്പം തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ ആദ്യം ഒരു സന്തോഷം തോന്നുന്ന രൂപത്തിൽ ഒരു ആന നമ്മളെ സ്വീകരിക്കുന്ന രംഗത്ത്, അത് പാമ്പാടി രാജൻ നാം നാമകരണം ചെയ്യുന്നപ്പോൾ അതിലേറെ എനിക്ക് അഭിമാനമായി. ഞാൻ വരുന്ന പാമ്പാടിയിലാണ്. അപ്പോൾ പാമ്പാടി രാജൻ തലയുയർത്തി അവിടെ തോട്ടിയും വടിയായിട്ട് നമ്മളെ കാത്തു നിൽക്കുന്നു. അതിന് ശേഷം അതിൻ്റെ സ്റ്റെയർ കേസ് കയറി ചെല്ലുമ്പോൾ മനോഹരമായ റൂംസ്, ഫീഡിംഗ് റൂം, ആവശ്യമായ ടോയ്ലറ്റുകൾ. അപ്പോൾ ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ വിനോദസഞ്ചാരികൾക്കും ഒപ്പം പിൽഗ്രിം ടൂറിസ്റ്റുകളായി എത്തിച്ചേരുന്ന തീർത്ഥാടക ടൂറിസ്റ്റുകൾക്കും അവിടെ വരാൻ, കയറിയിരിക്കാൻ, വിശ്രമിക്കാൻ എല്ലാ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്ന രൂപത്തിലാണ് ആ ടേക്ക് എ ബ്രേക്ക് എന്ന അല്ലെങ്കിൽ വിശ്രമ കേന്ദ്രം എന്ന രൂപത്തിലേക്ക് ഇപ്പോൾ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ മുഖ്യപ്രഭാഷണം നടത്തി. മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N രാജു, വൈസ് പ്രസിഡന്റ് സുനിത സുരേഷ്, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജു സുജിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ T രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PS ഷിനോ, ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേഷ് കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ LR ശരവണേശ്വർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അഞ്ജന പ്രസാദ്, പാണ്ഡവീയ മഹാവിഷ്ണു സത്രസമിതി ചെയർമാൻ B രാധാകൃഷ്ണ മേനോൻ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വിനോദ് G നായർ, സെക്രട്ടറി PR രാജേഷ്, തൃക്കുടിത്താനം ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ K അരുൺകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അവിടെയാണ് താമസ സൗകര്യം ഇത് കൊണ്ടുവരണമെന്ന് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പിതാവിൻ്റെ 105-ാം ജന്മദിനം ആഘോഷമാക്കി മക്കളും കൊച്ചുമക്കളും പേരക്കുട്ടികളും. കുടിയേറ്റ കർഷകനായ പാണ്ടിപ്പാറ കൊല്ലിക്കുളവിൽ തോമസ് വർക്കിയുടെ പിറന്നാളാണ് കുടുംബാംഗങ്ങൾ ചേർന്ന് ആഘോഷമാക്കിയത്. 105-ലും ജീവിതശൈലി രോഗങ്ങൾ പോലും തോമസ് വർക്കിയെ തൊട്ടു തീണ്ടിയിട്ടില്ല. കാമാക്ഷി പാണ്ടിപ്പാറ കൊള്ളിക്കുളവിൽ തോമസ് വർക്കി എന്ന കുടിയേറ്റ കർഷകനാണ് 105-ൻ്റെ തികവിലെത്തിയത്. ഇതാകട്ടെ മക്കളും കൊച്ചുമക്കളും പേരക്കിടാങ്ങളുമൊക്കെയായി ആഘോഷമാക്കി. കാഞ്ഞിരപ്പള്ളി പിണ്ണാക്കനാട് കൊള്ളിക്കുളവിൽ വർക്കിയുടെയും മറിയത്തിൻ്റെയും മകനായി 1920 നവംബർ 1-നാണ് തോമസ് വർക്കിയുടെ ജനനം. പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും നാളുകളിൽ നിന്ന് ജീവിതമാർഗം തേടിയാണ് ഇടുക്കിയുടെ ആനക്കാടുകളിലേക്ക് കുടിയേറിയത്. ഇടുക്കിയിലെത്തി കാട്ടാനയോടും കാട്ടാറിനോടും മലമ്പാമ്പിനോടും മലമ്പനിയോടും പടവെട്ടി തൻ്റെ ജീവിതമാർഗം തെളിച്ചതോടുകൂടി തോമസ് വർക്കി നാട്ടുകാരുടെ കൊച്ചേട്ടനായി മാറി. തൻ്റെ നല്ല പാതിയായിരുന്ന ത്രേസ്യാമ്മ 2018 ഒക്ടോബർ 5-ന് വിട പറയുമ്പോഴും കൊച്ചേട്ടന് കരുത്തായി തൻ്റെ 12 മക്കളും മരുമക്കളും കൊച്ചുമക്കളും പേരക്കിടാങ്ങളുമുണ്ട്. 7 ആൺമക്കളും 5 പെൺമക്കളുമായി ഏറെ കഷ്ടത നിറഞ്ഞ പാതയിലൂടെയാണ് ജീവിതം കരുപിടിപ്പിച്ചത്. മക്കളിൽ 2 പേര് കർത്താവിൻ്റെ മണവാട്ടിമാരാണ്. 105-ൻ്റെ തികവിലും കൊച്ചേട്ടന് യാതൊരുവിധ ജീവിതശൈലി രോഗങ്ങളും ഇല്ല എന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവിത രീതിയുടെ പ്രത്യേകതയുമാണ്. ഒരുപക്ഷെ പുതുതലമുറ ശീലിക്കേണ്ട രീതിയുമാണിത്. ഇന്ന് 20 കൊച്ചുമക്കളും 9 പേരക്കുട്ടികളുമായി 6 തലമുറകളുടെ ജീവിതങ്ങളെ കണ്ടറിഞ്ഞ കൊച്ചേട്ടൻ ഇനിയും പൂർണ്ണചന്ദ്രന്മാരെ കാണുമെന്ന ദൃഢനിശ്ചയത്തിലാണ്. പാണ്ടിപ്പാറ ഈട്ടിക്കവലയിലെ തറവാട് വീട്ടിൽ ഇളയ മകനും പൊതുപ്രവർത്തകനുമായ സന്തോഷിൻ്റെയും മരുമകൾ ഷിനോ മോളുടെയും സംരക്ഷണത്തിലാണ് കൊച്ചേട്ടൻ കഴിയുന്നത്. ഇവരുടെ മക്കളായ ഡോണും ഡിയോണയുമാണ് കൊച്ചേട്ടൻ്റെ ഇപ്പോഴത്തെ കളിക്കൂട്ടുകാർ. ഇന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ ദിനമാണെന്ന് നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് കൂടി നമുക്കറിയാം. നമ്മൾ ചാച്ചൻ്റെ ജന്മദിനം എന്ന് പറയുമ്പോൾ ഒരു 105 വയസ്സ് വരെ ഇന്ന് ചാച്ചൻ നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളത് വളരെ വളരെ സന്തോഷത്തിൻ്റെ ഒരു സമയമാണ്.
അപ്പം ചാച്ചൻ്റെ സാന്നിധ്യം നമുക്കിന്ന് ഒത്തിരി നമ്മൾ മക്കളെല്ലാവരും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്നെത്തി ഒരുമിച്ച് ചാച്ചൻ്റെ ജന്മദിനം നമ്മളിന്ന് ആഘോഷിക്കുക. അപ്പം അതിനുള്ള അവസരം തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കാരണം വളരെ ചുരുക്കം പേർക്ക് മാത്രമൊക്കെ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ് ഇങ്ങനെയൊക്കെ ഒന്നിച്ചു കൂടാനും മക്കളോടൊത്ത് സന്തോഷിക്കാനും, അല്ലെങ്കിൽ ചാച്ചൻ്റെ ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാനും ഒക്കെയുള്ള വലിയ നിമിഷങ്ങളാണ്. 105-ാം ജന്മദിനത്തിൽ മക്കളും മരുമക്കളും കൊച്ചുമക്കളും പേരക്കുട്ടികളുമെല്ലാം ഒത്തുചേർന്ന് കേക്ക് മുറിച്ചാണ് ആഘോഷിച്ചത്. മണിക്കൂറുകൾ നീണ്ട ആഘോഷങ്ങളിൽ ആദ്യാവസാനം വരെയും കൊച്ചേട്ടൻ ആരോഗ്യവാനായി പങ്കെടുത്തു. നടക്കുവാൻ നേരിയ ബുദ്ധിമുട്ടുണ്ടെന്നതൊഴിച്ചാൽ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും കൊച്ചേട്ടനില്ല. അങ്ങനെ 105-ലും കൊച്ചേട്ടൻ കൊച്ചായി തന്നെ ഇരിക്കുകയാണ്, കൊച്ചുമക്കൾക്കൊപ്പം കൊഞ്ചിപ്പറഞ്ഞ്. ദൃശ്യ ന്യൂസ്, ഇടുക്കി. നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി തയ്യൽ കടയിലേക്ക് ഇടിച്ചു കയറി. ഉഴവൂർ പാല റോഡിൽ കുടുക്കച്ചിറ പള്ളി ജംഗ്ഷനിൽ രാവിലെ 6:15 അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ജംഗ്ഷനിലുള്ള തയ്യൽ കടയിലേക്കാണ് ലോറി ഇടിച്ചു കയറിയത്. ഇടിയുടെ ആഘാതത്തിൽ കട പൂർണ്ണമായും തകർന്നു. കടയ്ക്കുള്ളിൽ സാധനങ്ങൾ അടക്കമുള്ളവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഉഴവൂർ ഭാഗത്തു നിന്നും പാലായിലേക്ക് പോവുകയായിരുന്ന പാഴ്സൽ ലോറിയാണ് കടയിൽ ഇടിച്ചു കയറിയത്. ഈ സമയം കടയിലും സമീപത്തും ആളുകൾ ഇല്ലാതിരുന്നത് മൂലം വൻ അപകടം ഒഴിവായി. എല്ലാ വിഷമതകളിലും ആകുലതകളിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും പ്രവർത്തകരെ ചേർത്ത് നിർത്തുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം എന്ന് ശബ്ദ കലാകാരനും കേരള കോൺഗ്രസ് നേതാവുമായിരുന്ന വിഴിക്കത്തോട് ജയകുമാറിൻ്റെ കുടുംബത്തിന് കാരുണ്യഭവനം നിർമ്മിച്ചു നൽകിയതോടെ വെളിവാക്കപ്പെട്ടുവെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അഭിപ്രായപ്പെട്ടു. വിഴിക്കത്തോട് ജയകുമാറിൻ്റെ കുടുംബത്തിന് നിർമ്മിച്ച കാരുണ്യഭവൻ്റെ താക്കോൽദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഒരു ഭരണകർത്താവെന്ന നിലയിൽ KM മാണി കേരളീയ സമൂഹത്തിന് ചെയ്ത സേവനങ്ങൾ വിസ്മരിക്കാനാവാത്തതാണ്. കാരുണ്യ പദ്ധതിയിലൂടെയും ക്ഷേമ പെൻഷനുകളിലൂടെയും നിസ്സഹായരായവരെ ചേർത്ത് നിർത്തുവാൻ KM മാണിക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താനാണ് കാരുണ്യ ഭവനുകൾ നിർമ്മിക്കുന്നതെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മാണി സാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം MLA-മാരായി ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് ചെല്ലുമ്പോൾ MLA-മാരെ ഒരുമിച്ചിരുത്തി അദ്ദേഹം സംസാരിക്കും. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എന്നും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് ധാരാളം ആൾക്കാർ നിവേദനമായിട്ട് വരും, അതെല്ലാം മേടിച്ചവർക്ക് ചെയ്തു കൊടുക്കണം. ഒരാളെ പോലും മറന്നു പോകരുത്. ആ കൂടെ നിങ്ങൾ ഓർത്തോണം. നേരിട്ട് വരാൻ കഴിയാത്തവരും നിങ്ങളെ സമീപിക്കാൻ കഴിയാത്തവരും റെക്കമെൻഡ് ചെയ്യാൻ ആളില്ലാത്തവരുമായ പാർശ്വവൽക്കരിക്കപ്പെട്ടൊരു സമൂഹത്തിലെ ആൾക്കാർ അവിടെ കാണും. അവരെ നിങ്ങൾ നേരിട്ട് കണ്ടോണം, അവർക്ക് നേരിട്ട് സഹായം എത്തിച്ചു കൊടുക്കണം. ഇത് KM മാണി സാറിൻ്റെ വാക്കുകളാണ്. ആ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യബോധം ഈ പാർട്ടിയുടെ ആപ്ത ലക്ഷ്യമാക്കി കണ്ടാണ് നമ്മുടെ പാർട്ടി മുന്നോട്ട് പോകുന്നത്. ചടങ്ങിൽ ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് അധ്യക്ഷത വഹിച്ചു. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി താക്കോൽദാനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുട്ടി അഗസ്തി, ചിറക്കടവ് താമരക്കുന്ന് പള്ളി വികാരി ഫാദർ റജി ബൈലുങ്കൽ, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സാജൻ തൊടുക, കൺവീനർ ഷാജി പാമ്പൂരി, നിയോജകമണ്ഡലം പ്രസിഡന്റുമാരായ സാജൻ കുന്നത്ത്, മാത്യു ആനിത്തോട്ടം, ജെസി ഷാജൻ, ജോസഫ് സൈമൺ, ജോണിക്കുട്ടി മഠത്തിനകം, ജോളി മടുക്കക്കുഴി, റിജോ വാളാന്തറ, സുമേഷ് ആൻഡ്രൂസ്, മാത്തുക്കുട്ടി കുഴിഞ്ഞാലിൽ, ബേബിച്ചൻ പനക്കൽ, ശ്രീകാന്ത് എസ്, ബാബു, രാഹുൽ ബി പിള്ള, ആൻ്റണി മാർട്ടിൻ എന്നിവർ പ്രസംഗിച്ചു. നിർമ്മാണ ജോലി ഏറ്റെടുത്ത ചീരാങ്കുഴി കൺസ്ട്രക്ഷൻ മാനേജർ മനോജ് ചീരാങ്കുഴിയെ മെമൻറ്റോ നൽകി മന്ത്രി ആദരിച്ചു. 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളും ലിവിംഗ് ഡൈനിങ് റൂമുകളുമുള്ള കാരുണ്യ ഭവൻ KM മാണി പൊളിറ്റിക്കൽ സ്റ്റഡി സെൻറ്ററിൻ്റെ നേതൃത്വത്തിലാണ് പൂർത്തീകരിച്ചത്. ദൃശ്യ ന്യൂസ്, കാഞ്ഞിരപ്പള്ളി. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.